ഒരു പാവപ്പെട്ട കർഷകൻ, അദ്ദേഹം തൻ്റെ കുടുംബം പോറ്റാൻ വേണ്ടി, അഥവാ അദ്ദേഹത്തിൻ്റെ കുടുംബം എന്ന് പറയുന്നത് ഒരു ഗർഭിണിയായ ഭാര്യയും അതുപോലെ സ്വന്തം ഉമ്മയും വാപ്പയും 2 പെങ്ങന്മാരും മാത്രമായിരുന്നു. ആ കുടുംബം പോറ്റാൻ വേണ്ടി അദ്ദേഹം പകലന്തിയോളം നല്ലതുപോലെ കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് കിട്ടുന്ന ക്യാഷ് കൊണ്ട് ഈ കുടുംബം പോറ്റുന്നൊരു പ്രകൃതിക്കാരനായിരുന്നു. അങ്ങനെ അദ്ദേഹത്തിനൊരു അസുഖം വന്നു. ആ അസുഖം വന്നപ്പോ അദ്ദേഹത്തിന് ഇങ്ങനെ തോന്നാൻ തുടങ്ങി, പടച്ചോനെ, ഇനിയിപ്പം ഞാന് കൂടുതൽ കാലം ജീവിക്കൂല, ഈ രോഗത്തിൽ തന്നെ ഞാൻ മരണപ്പെട്ടു പോകും എന്ന് അദ്ദേഹത്തിന് ബോധ്യം വന്നു. അദ്ദേഹം തൻ്റെ മാതാപിതാക്കളോടും പെങ്ങന്മാരോടും ഒക്കെ ചെയ്യേണ്ട വസിയത്തുകൾ ചെയ്തു. അവസാനം ഗർഭിണിയായ സ്വന്തം ഭാര്യയോട് പറഞ്ഞു, എൻ്റെ പൊന്നു സഖി, എനിക്കൊരു കാര്യം പറയാനുണ്ട്. നിന്റെ മാതാപിതാക്കൾ നിന്നെ എന്നോട് കെട്ടിച്ചയച്ചത് കൊണ്ട് തന്നെ നിനക്ക് വളരെ പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. നിനക്ക് ആവശ്യമായ രീതിയിൽ ആഹാരം നൽകാനോ നിന്റെ വീട്ടിൽ ഉണ്ടായിരുന്നത് പോലത്തെ സൗകര്യങ്ങൾ എൻ്റെ വീട്ടിൽ ഒരുക്കാനോ ഒന്നും കഴിഞ്ഞിട്ടില്ല. എൻ്റെ ഭാഗത്തുനിന്ന് നിനക്കുണ്ടായ എല്ലാ വിഷമങ്ങളും പൊരുത്തപ്പെടണം. അല്ലാതെ ഞാനെങ്ങാനും അള്ളാഹുവിൻ്റെ ഹദ്റത്തിലേക്ക് ചെന്നാൽ അള്ളാഹുവിൻ്റെ ഹദ്റത്ത് ചെല്ലുന്ന എന്നെ അള്ളാഹു തആല ചോദ്യം ചെയ്യും. നിങ്ങൾ ആണുങ്ങളോടൊക്കെ ഞാൻ പറഞ്ഞയച്ചിരുന്ന ദൂതൻ അന്ത്യപ്രവാചകരായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് നിങ്ങളൊന്നും കേട്ടിട്ടില്ലായിരുന്നോ? ആ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്താകുന്നതിൻ്റെ തൊട്ടു മുമ്പ് വളരെ പ്രധാനപ്പെട്ട ചില ഉപദേശങ്ങൾ മുസ്ലിം ഉമ്മത്തിന് നൽകിയിരുന്നു. അതിൽ പ്രധാനപ്പെട്ട ഒരു ഉപദേശം നമുക്കറിയാം, നിസ്കാരത്തിന്റെ കാര്യം തന്നെയാണ്. എന്നാൽ അത്ര തന്നെയോ അതിനേക്കാളോ പ്രധാനമായി അള്ളാഹുവിൻ്റെ റസൂല് ആ മരണശയ്യയിൽ കിടന്നുകൊണ്ട് ഈ ഉമ്മത്തിനൊരു ഉപദേശം നൽകിയിട്ടുണ്ട്. എന്തായിരുന്നു ആ ഉപദേശം എന്നല്ലേ? അലാ ഫസ്തൗസൂ ബിന്നിസാഇ ഖൈറാ. പുരുഷന്മാരോടായി പറയുകയാണ്, പുരുഷന്മാരെ, നിങ്ങൾ നിങ്ങളുടെ ഭാര്യമാരായി, പെൺകുട്ടികളായി, സഹോദരിമാരായി, ഉമ്മമാരായി നിങ്ങളുടെ ചുറ്റുഭാഗത്ത് ജീവിക്കുന്ന ഒരുപാട് സ്ത്രീജനങ്ങളുണ്ട്. ആ സ്ത്രീജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടിയായിരിക്കണം, അവരുടെ ഖൈറിന് വേണ്ടിയായിരിക്കണം നിങ്ങളുടെ പ്രവർത്തനം. അവരെ ശല്യം ചെയ്യരുത്, വിഷമിപ്പിക്കരുത്, ബുദ്ധിമുട്ടിക്കരുത്. അവരെ നിങ്ങൾ ഒരിക്കലും ഇടങ്ങാറാക്കരുത്. മാഷാ അല്ലാഹ്, ബഹുമാനപ്പെട്ട സയ്യിദ് അവർകൾ ഉയർത്തി. ഇൻഷാ അല്ലാഹ് ഞാൻ വേഗം മതിയാ. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് പുരുഷന്മാരോട് പ്രത്യേകം ഉപദേശിച്ചതാണ്. സ്വന്തം ഭാര്യമാരോടും ഉമ്മമാരോടും പെങ്ങന്മാരോടും പെൺകുട്ടികളോടും സ്ത്രീജനങ്ങളോട് നല്ല മാന്യമായി അവരുടെ ക്ഷേമത്തിനു വേണ്ടി മാത്രമേ പ്രവർത്തിക്കാവൂ. ഖൈറുക്കും ഖൈറുക്കും ലി അഹ്ലിഹി. നിങ്ങളിലെ ഏറ്റവും നല്ലവൻ ആരാണ് എന്ന ചോദ്യത്തിന് ഒറ്റ മറുപടിയേ ഉള്ളൂ. അല്ലാഹുവിൻ്റെ റസൂല് പറയാൻ, ഏറ്റവും നല്ല ഉത്തമരായ ആളുകൾ ആരാണ് എന്ന ചോദ്യത്തിന് ഒരു മറുപടിയേ ഉള്ളൂ. ആ മറുപടി ഏറ്റവും കൂടുതൽ നിസ്കരിക്കുന്നവരെന്നോ, ഏറ്റവും കൂടുതൽ ഹജ്ജിന് പോയവരെന്നോ, ഏറ്റവും കൂടുതൽ നോമ്പെടുക്കുന്നവർ എന്നോ അല്ല. അല്ലാഹുവിൻ്റെ റസൂല് പറയുന്നത് ഖൈറുക്കും ഖൈറുക്കും ലി അഹ്ലിഹി. സ്വന്തം ഭാര്യമാരോട്, ഫാമിലിയോട് നല്ല രീതിയിൽ പെരുമാറുന്നവർ,
അതുകൊണ്ട് വാന ഖൈറുക്കും ലിഅഹ്ലിഹി, കുടുംബത്തോട് നല്ല രീതിയിൽ പെരുമാറണം. എന്തിനും അവരോട് ദേഷ്യം പിടിക്കുക, അവരെ അടിമകളെ പോലെ കാണുക, അവരെ കുറ്റം പറയുക, അവരെ ചെറുതായി കാണുക, അവരെ അവഗണിക്കുക, അവരൊരിക്കലും ചെയ്യൽ നിർബന്ധമില്ലാത്ത ഉത്തരവാദിത്തങ്ങൾ നിങ്ങൾ അവരെ മേൽ അടിച്ചേൽപ്പിക്കുക, എന്നിട്ട് അവരെ കുറ്റം പറയുക, അത് ചെയ്തിട്ടില്ല, ഇത് ചെയ്തിട്ടില്ല, ഇത് വലിയ തെറ്റാണ് എന്ന് ഷഫീഉനാ റസൂലുള്ളാഹി. ആ പാവപ്പെട്ട മനുഷ്യൻ സ്വന്തം ഭാര്യയോട് പൊരുത്തപ്പെടിക്കുകയാണ്. അതിനുശേഷം ആ ചെറുപ്പക്കാരൻ ഗർഭിണിയായ തൻ്റെ ഭാര്യയുടെ വീർത്തുന്തിയ വയറിലേക്ക് തൻ്റെ കൈ പൊന്തിച്ചുകൊണ്ടൊന്ന് തടവിയിട്ട് പറഞ്ഞു, പ്രാണസഖി, ഞാൻ ഈ ലോകത്ത് ജീവിച്ചിരുന്നു എന്നതിന് ഒരു തെളിവുമില്ല. ആകെയുള്ള തെളിവ് നിന്റെ വയറ്റിലുള്ള കുഞ്ഞാണ്. പക്ഷേ ആ കുഞ്ഞ് ജനിക്കുന്നത് വരെ, പിറക്കുന്നത് വരെ ഇനി ഞാൻ ജീവിച്ചിരിക്കും എന്നെനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് എനിക്ക് ആ കുഞ്ഞുമായി ബന്ധപ്പെട്ടിട്ടൊരു ഉപദേശം നൽകാനുണ്ട്. എൻ്റെ ഈ കുഞ്ഞു പിറന്നാൽ ആ കുഞ്ഞിനെ വളരെ നന്നായി നീ നോക്കണം, പരിപാലിക്കണം, പാല് കൊടുക്കണം, ഭക്ഷണം കൊടുക്കേണ്ട സമയമാകുമ്പം ഭക്ഷണം കൊടുക്കണം. അങ്ങനെ എല്ലാ നിലക്കും നല്ല രീതിയിൽ എൻ്റെ കുട്ടിയെ നീ വളർത്തിക്കൊണ്ടുവരണം. അങ്ങനെ എൻ്റെ കുഞ്ഞിന് തമ്മീസിന്റെ കാലഘട്ടമായാൽ ആ കുഞ്ഞിന് നീ സൂറത്തുൽ ഫാത്തിഹ പഠിപ്പിക്കണം, യാസീൻ പഠിപ്പിക്കണം, ഇഖ്ലാസ് പഠിപ്പിക്കണം, മുഅവ്വിദത്തൈനി പഠിപ്പിക്കണം. ആ കുട്ടിയെ ഒരു നല്ല കുട്ടിയായി വളർത്തണം. ഖുർആൻ പഠിച്ച, നിസ്കാരം പഠിച്ച, നോമ്പ് പഠിച്ച, നിർബന്ധമുള്ള എല്ലാ കാര്യങ്ങളും പഠിച്ച ഒരു നല്ല കുട്ടിയായി എൻ്റെ മകനെ നീ വളർത്തണം, അല്ലെങ്കിൽ എൻ്റെ മകളെ നീ വളർത്തണം. ഭാര്യയോട് അദ്ദേഹം ഉപദേശിക്കുകയാണ്, നിനക്കറിയോ വന്നുസഖി, ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാം സദാ ദുആ ചെയ്തിരുന്നൊരു ദുആ പരിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ആ ദുആ എന്താണെന്നറിയാമോ? റബ്ബി ജഅൽനി മുഖീമസ്സലാത്തി വമിൻ ദുർരിയത്തി റബ്ബനാ വതഖബ്ബൽ ദുആ. പടച്ചവനെ, എന്നെ കൃത്യമായി നിസ്കാരം നിർവഹിക്കുന്ന ആളാക്കണം. ഞാൻ നല്ല നിസ്കാരം നിർവഹിക്കുന്ന ആളാണ്, പക്ഷേ മക്കൾ നിസ്കരിക്കുന്നുണ്ടോ? ആ ബോധം ഇല്ലാത്തവരാണ് കൃത്യമായി നിസ്കരിക്കണ ഉമ്മമാരും ഉപ്പമാരും വരെ. നിങ്ങൾ ആലോചിച്ച് നോക്കി നമ്മുടെയൊക്കെ വീട്ടിലെ അവസ്ഥ. നമ്മൾ സുബഹിക്ക് ഒരു പക്ഷേ ബാങ്ക് കൊടുക്കണതിന്റെ മുമ്പ് തന്നെ എഴുന്നേറ്റ് തഹജ്ജുദ് വരെ കൃത്യമായി നിസ്കരിക്കുന്നതും ആ നിസ്കാരം ഒഴിവായി പോകരുത് എന്ന് വാശിയും നിർബന്ധവും ഉള്ളവരായിരിക്കും. പക്ഷേ +2 പഠിക്കുന്ന, ഡിഗ്രിക്ക് പഠിക്കുന്ന പെൺകുട്ടികൾ ഉണ്ടാകും. അതുപോലെ തന്നെ ഹൈസ്കൂളിലോ ഹയർ സെക്കൻഡറി സ്കൂളിലോ ഒക്കെ പഠിക്കുന്ന ആൺകുട്ടികൾ ഉണ്ടാകും. അവര് മറ്റെല്ലാ വിഷയങ്ങളിലും മുൻപന്തിയിലായിരിക്കും. അവര് ചോദിക്കുന്നതൊക്കെ നമ്മൾ വാങ്ങിക്കൊടുക്കും. അവര് എവിടേക്ക് ടൂറ് പോകണമെന്ന് പറഞ്ഞാലും നമ്മൾ പറഞ്ഞയച്ചു കൊടുക്കും. അത് 2 ദിവസമോ 3 ദിവസമോ ഒക്കെ ഊട്ടിയിലോ കൊടൈക്കനാലിലോ ഒക്കെ മറ്റു കുട്ടികളെ കൂടെ പോയി അവിടെ കൂടിയിട്ടാണ് വരിക എന്ന് പറഞ്ഞാലും നമ്മൾ പറഞ്ഞയക്കും. ചോദ്യം പോലും നമ്മളെ ഭാഗത്തുനിന്നുണ്ടാവില്ല. ആരൊക്കെ പോണത്? ഈ കൂട്ടത്തിൽ ടീച്ചർമാരുണ്ടോ? അതല്ല ഒക്കെ മെയിൽ ടീച്ചേഴ്സ് മാത്രമേ ഉണ്ടാവുള്ളൂ. നിങ്ങൾ ആ ബസ്സിൽ ഒരുമിച്ച് പോകുമ്പോക്കെ നമ്മളെ ദീന് പറഞ്ഞ രീതിയിൽ തന്നെ ആവുമോ? ഇതൊന്നും നമ്മൾ ചോദിക്കൂല. അങ്ങനെ തന്നെ പറഞ്ഞേക്കും. അത് മാത്രമല്ല, സ്വന്തം റൂമിന്റെ തൊട്ടടുത്ത റൂമിൽ കിടന്നുറങ്ങുന്ന ഈ മക്കളെ നിസ്കരിക്കാൻ പോലും വിളിക്കാത്തവരല്ലേ നമ്മൾ അധികവും. ഇബ്രാഹിം നബി ദുആ ചെയ്യുകയാണ്, റബ്ബി ജഅൽനി മുഖീമസ്സലാത്തി വമിൻ ദുർരിയത്തി. പടച്ചോനെ, എൻ്റെ മക്കളെ കൃത്യമായി നിസ്കാരം നിർവഹിക്കുന്ന കൂട്ടത്തിൽ എന്നെയും എൻ്റെ മക്കളെയും ആക്കണം. റബ്ബനാ വതഖബ്ബൽ ദുആ. ഈ ദുആ പടച്ചോനെ നീ എന്തായാലും ഒന്ന് സ്വീകരിക്കണം. ഇബ്രാഹിം നബി അലൈഹിസ്സലാം മറ്റൊരിക്കൽ ദുആ ചെയ്തത് ഖുർആൻ മറ്റൊരു സ്ഥലത്ത് പറയുന്നു, റബ്ബനാ ഇന്നി അസ്കൻതു മിൻ ദുർരിയത്തി ബിവാദിൻ ഗൈരി ദീ സറഇൻ ഇൻദ ബൈതിക്കൽ മുഹറം. പരിശുദ്ധ കഅബ പണിയാൻ വേണ്ടി അതിന്റെ മുന്നോടിയായി തന്നെ ഹാജറയെയും ഇസ്മായിൽ എന്ന പുത്രനെയും കൂട്ടി, ആരും സഹായത്തിനില്ലാത്ത, കുടിവെള്ളം പോലും ഇല്ലാത്ത, കൃഷിയോഗ്യമല്ലാത്ത
ആഹാരമായി ഒന്നും കിട്ടാത്ത മരുഭൂമിയിലിട്ട് പോകുമ്പോ ഇബ്രാഹിം നബി അലൈഹിസ്സലാം അവിടെയും കൈ ഉയർത്തി ദുആ ചെയ്യുകയാണ്. റബ്ബനാ ഇന്നി അസ്കൻതു മിൻ ദുർരിയത്തി ബിവാദിൻ ഗൈരി ദീ സറഇൻ. പടച്ചവനെ, കുടിവെള്ളമില്ല, ആഹാരമില്ല, കൃഷിയോഗ്യമല്ല. ഈ സ്ഥലത്ത് നീ പറഞ്ഞതുകൊണ്ട് ഞാനിതാ എന്റെ മക്കളെ ഞാൻ ഇവിടെ വെച്ച് പോവുകയാണ്. തുടർന്ന് അങ്ങോട്ട് പറയുന്നു, ലിയുഖീമുസ്സലാ, അവർ കൃത്യമായി നിസ്കരിക്കുന്നവരാകണം പടച്ചവനെ. ആ ഒരു ലക്ഷ്യത്തിന് വേണ്ടിയാണ് നിന്റെ വീടിന്റെ പരിസരത്ത് ഞാൻ അവരെ ഇവിടെ ആക്കി പോകുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് നിസ്കരിക്കാൻ പഠിപ്പിക്കുന്ന ഈ കുട്ടികൾക്ക്, ഈ ഉസ്താദുമാർക്ക് സഹായം ചെയ്യണം എന്നുള്ളൊരു മാനസികാവസ്ഥ ആളുകളുടെ ഹൃദയം അവർക്ക് അനുകൂലമാക്കണം. അവർക്ക് ആഹാരം കഴിക്കാനുള്ള മാർഗങ്ങളൊക്കെ നീ തുറന്നു കൊടുക്കണം. പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞു വന്നത് ഇബ്രാഹിം നബി ദുആ ചെയ്തത് അതാണ്. മുഴുവൻ അമ്പിയാക്കളും ദുആ ചെയ്തത് അതാണ്. അള്ളാഹുവിന്റെ റസൂല് ആ മരണശയ്യയിൽ കിടക്കുമ്പോഴും അവസാനമായി വസിയ്യത്ത് ചെയ്തത് ആ നിസ്കാരത്തിന്റെ കാര്യമാണ്. കൂട്ടത്തിൽ സ്വന്തം കുടുംബങ്ങളോട് എത്ര മാന്യമായിട്ടായിരിക്കണം പുരുഷന്മാര് പെരുമാറേണ്ടത് എന്നാണ്. ആ പാവപ്പെട്ട കർഷകൻ അവസാനമായി തന്റെ ഭാര്യയുടെ വീർത്തുന്തിയ വയറിലൊന്ന് തടവിക്കൊണ്ട് പറയുകയാണ്, എന്റെ കുഞ്ഞ് പിറന്നാൽ, ആ കുഞ്ഞിനൊരു തമ്മീസാകുന്ന കാലഘട്ടം വന്നാൽ അവന് ഖുർആൻ പഠിപ്പിക്കണം, നിസ്കാരം പഠിപ്പിക്കണം, എല്ലാം പഠിപ്പിക്കണം. അങ്ങനെ വസിയ്യത്ത് ചെയ്തുകൊണ്ട് പ്രിയപ്പെട്ടവരെ ആ മനുഷ്യൻ മരിച്ചു പോവുകയാണ്. അദ്ദേഹം മരണപ്പെട്ട് 6-7 കൊല്ലം കഴിഞ്ഞതിന്റെ ശേഷം അദ്ദേഹത്തിന്റെ ഒരു സുഹൃത്ത് അതാ ഈ മരണപ്പെട്ടുപോയ വ്യക്തിയെ സ്വപ്നത്തിൽ കാണുന്നു. കണ്ടപ്പോ സൗഹൃദത്തിൽ ഈ സ്വപ്നത്തിൽ കണ്ട ജീവിച്ചിരിക്കുന്ന വ്യക്തി മരണപ്പെട്ട വ്യക്തിയോട് ചോദിക്കുകയാണ്, എന്താണ് നിങ്ങളുടെ ഖബറിലുള്ള അവസ്ഥ ഒന്ന് പറഞ്ഞാലും. ആ സഹോദരൻ പറയുകയാണ്, പ്രിയപ്പെട്ട ഉമ്മമാരെ, പെങ്ങന്മാരെ, പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, മാതാപിതാക്കളെ, ശ്രോതാക്കളെ, നമ്മൾ ശ്രദ്ധിക്കണം. ആ മരണപ്പെട്ടുപോയ വ്യക്തി തന്റെ സുഹൃത്തിനോട് പറയുകയാണ്, ഇന്ന് രാവിലെ വരെ എൻ്റെ ഖബറിൽ യാതൊരു സുഖവും ഉണ്ടായിരുന്നില്ല എന്ന് മാത്രമല്ല വളരെ കടുത്ത ശിക്ഷ ഞാൻ അനുഭവിക്കുകയായിരുന്നു. ഇന്ന് രാവിലെ പിന്നെന്തേ സംഭവിച്ചത് എന്ന് ചോദിച്ചപ്പോൾ ആ സമയത്ത് ആ മനുഷ്യൻ പറയാണ്, ഇന്ന് രാവിലെ എന്റെ ഖബറിലേക്ക് 2 മലക്കുകൾ വന്നു. ആ മലക്കുകൾ എന്നെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞു, സുഹൃത്തെ എഴുന്നേൽക്കുക, നിങ്ങളുടെ എല്ലാ ശിക്ഷകളും റദ്ദാക്കപ്പെട്ടിരിക്കുകയാണ്. നിങ്ങൾക്കുള്ള എല്ലാ ശിക്ഷയും ഈ നിമിഷം ഒഴിവാക്കപ്പെട്ടിരിക്കുകയാണ്. സന്തോഷത്തോടെ, അതിലേറെ അത്ഭുതത്തോടെ ഞാൻ ചോദിച്ചു, എന്തേ എന്റെ ശിക്ഷ ഈ നിമിഷം ഒഴിവാക്കപ്പെടാനുള്ള കാരണം? ആ സമയത്ത് മലക്ക് അദ്ദേഹത്തോട് പറയുകയാണ്, ആ വ്യക്തി ഈ സുഹൃത്തിന് പറഞ്ഞു കൊടുക്കുകയാ മലക്ക് പറഞ്ഞ മറുപടി. ആ മലക്ക് എന്നോട് പറഞ്ഞു, മറ്റൊന്നുമല്ല, നിങ്ങൾ മരണപ്പെടുമ്പോൾ നിങ്ങളുടെ ഭാര്യ ഗർഭിണിയായിരുന്നു എന്ന കാര്യം നിങ്ങൾക്കറിയാമല്ലോ. അന്ന് നിങ്ങൾ ആ ഭാര്യയോട് അവസാനമായി ചെയ്ത വസിയ്യത്ത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ. ആ വസിയ്യത്ത് നിങ്ങളുടെ ആ നല്ലവളായ ഭാര്യ ഭർത്താവിന്റെ ഇംഗിതങ്ങൾ, ആഗ്രഹങ്ങൾ, ആ നല്ല ആഗ്രഹങ്ങൾ അങ്ങനെ തന്നെ പൂർത്തിയാക്കേണ്ടത് തന്റെ ബാധ്യതയാണ്. അത് അല്ലാഹു തആല കൽപ്പിച്ച ബാധ്യതയാണ് എന്ന് ബോധ്യമുള്ള നിങ്ങളുടെ സഹധർമ്മിണി, നിങ്ങൾ പറഞ്ഞതുപോലെ പിതാവില്ലാത്ത വിഷമം ആ കുട്ടിയെ അറിയിക്കാത്ത രീതിയിൽ അയൽപക്കത്തെ വീടുകളിൽ പോയി അവരുടെ വസ്ത്രങ്ങൾ അലക്കിക്കൊടുത്തും മുതലാളിമാരുടെ വീടുകൾ അടിച്ചുവാരിയും അതുപോലെ തന്നെ മറ്റു സ്ഥലങ്ങളിൽ ചെന്ന് അവരുടെ പാത്രങ്ങൾ കഴുകിയുമൊക്കെ വളരെ കഷ്ടപ്പെട്ട് ഈ കുട്ടിയെ അവർ വളർത്തിക്കൊണ്ടുവരികയാണ്. അതിനുശേഷം നിങ്ങളുടെ ഭാര്യ നിങ്ങളുടെ വസിയ്യത്തിന്റെ ഭാഗമായി ഇന്ന് രാവിലെ
നാട്ടിലെ മൊല്ലാക്കയുടെ അടുത്തേക്ക് 6 വയസ്സ് കഴിഞ്ഞ് 7-ാം വയസ്സിലേക്ക് കടന്ന നിങ്ങളുടെ കുഞ്ഞിനെയുമായി കൊണ്ടുചെന്നു. ആ മൊല്ലാക്കയോട് നിങ്ങൾ അന്ന് ദുനിയാവിൽ നിന്ന് യാത്രയാകുന്നതിന്റെ തൊട്ടു മുമ്പ് സ്വന്തം ഭാര്യയോട് പറഞ്ഞ വസിയ്യത്ത് നിങ്ങളുടെ ഭാര്യ മൊല്ലാക്കയോട് പറഞ്ഞു. മൊല്ലാക്ക ആ കുഞ്ഞിനെ 2 കൈയും കാണിച്ചു സ്വീകരിച്ചു. ആ മൊല്ലാക്ക ഇന്ന് ആദ്യമായിട്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് നിങ്ങളുടെ കുട്ടിയെ ഓതാൻ പഠിപ്പിച്ച ദിവസമാണ്. ആ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന വചനം പരിശുദ്ധ ഖുർആൻ തുടങ്ങാൻ അല്ലാഹു തആല തെരഞ്ഞെടുത്ത വചനം. ഈ പ്രപഞ്ചം മുഴുവൻ അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ കാരുണ്യത്തിന്റെ കേദാരമാണ് എന്ന് അല്ലാഹു തആല പ്രഖ്യാപിച്ച റഹ്മാനും റഹീമും എന്ന വിശേഷണമുള്ള വാക്യം, അത് ഇന്ന് നിങ്ങളുടെ മകൻ ആ മൊല്ലാക്ക മദ്രസയിൽ വെച്ച് പഠിപ്പിച്ചു കൊടുത്തിരിക്കുകയാണ്. ആ അല്ലാഹുവിന്റെ റഹ്മത്ത് തന്നെയാണ് ഇന്ന് നിങ്ങൾക്ക് ഈ നിമിഷം സമാഗതമായിട്ടുള്ളത്. അതുകൊണ്ട് നിങ്ങളുടെ ശിക്ഷകൾ മുഴുവൻ റദ്ദ് ചെയ്യപ്പെടാനുള്ള ഉത്തരവ് വന്നിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഞാൻ അവസാനിപ്പിക്കുകയാണ്.